ഇവക്ക അമ്മയുടെ സ്വഭാവം കുറെ കിട്ടിയിട്ടുണ്ട്. വയറ്റില് തീ പിടിച്ചപ്പോ വഴക്കും പോയി പിണക്കും പോയി. കഴുത ഹരി മതി, കളിയാക്കൽ കുറച്ച് കൂടുന്നുണ്ട്. ഇനി എന്റെ അമ്മൂനെ കളിയാക്കിയ നല്ല അടി വെച്ചു തരും. ഓ, ഇപ്പൊ നിങ്ങളൊന്നായി, നമ്മള് പുറത്ത്. ഞാനല്ലേ പുറത്ത്. കഴുത കഴിയാമോ, ലോകത്തെ ഏറ്റവും അനുസരണയും ഭക്തിയുള്ള മൃഗം കഴുതയാണ്. ആ ഗുണങ്ങളൊക്കെ ഉള്ള മൃഗത്തിന് പേര് വിളിക്കുന്ന മോശമാണോ? അത് കഴുതയല്ലേ, ഇത് മരക്കഴുത. അമ്മോ അമ്മോ, എന്ത് കഷ്ട ഹരി ഇത്. അത്ര ഗൗരവാണെങ്കിൽ അവള് പോട്ടെന്ന്. ഒരു രാത്രി പട്ടിണി ഇറന്ന ചത്തു പോത്തൊന്നുമില്ല. ഇത്തിരി തടിയും കുറയും. തമാശ ഇത്തിരി കൂടുന്നു, അധികമായാൽ ആരും അത് സഹിക്കില്ല. അമ്മോ, അമ്മൂട്ടി പിണക്കാ നീ? ഞാൻ പിണങ്ങിയാലെന്താ, പിണങ്ങിയാലെന്താ? ഇവളുടെ പിണക്കൊന്ന് മാറ്റിയിട്ട് എന്നെ കാര്യം. ഇവിടെ പട്ടിണിയൊന്നല്ലോ. ഇവിടെ വയറ് നിറച്ച ആപ്പിൾ കഴിച്ചിട്ട് കള്ളി. അത് മനസ്സിലായല്ലോ, ഇനി പൊയ്ക്കോളൂ. ഓ, അല്ല ഞാന് എന്തെങ്കിലും കഴിച്ചിട്ട് വായ ശരിക്ക് കഴിയില്ലെങ്കിൽ പല്ല് കേടൂരും കേട്ടോ. ഹരി എന്തൊക്കെ കഴിച്ചുന്ന് അമ്മൂന് മനസ്സിലായിട്ടുണ്ടാവും. ദാ ഈ പാലുകൂടി കുടിക്കൂ, എന്നിട്ട് വാതിലടച്ചോളൂ. ഇനി എന്തൊക്കെ കഴിച്ചുന്ന് ഹരി അറിയണ്ട. മോശായി, ചമ്മി തൊലി പൊളിഞ്ഞു പോയി. പിന്നെ നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം. അമ്മായി എന്തിനാ അപ്പൊ വരാൻ പോയത്? വരികയാണെങ്കിൽ തന്നെ ഇങ്ങനെ പൂച്ചയെ പോലെ പമ്മി വരണോ? നമ്മള് പിണക്കം തീർക്കാൻ അവരറിഞ്ഞോ? കണ്ടപ്പോ മനസ്സിലായല്ലോ, അപ്പൊ ഒഴിഞ്ഞു പോയായിരുന്നില്ലേ? കാഴ്ച കണ്ടു നിന്നു. ഇത്തിരി അസൂയുണ്ട്, എനിക്കറിയാം. അവരെന്തിനാ അസൂയപ്പെടണേ? സാറ് പറഞ്ഞ ശരിയാ, അമ്മയുടെ സ്വഭാവം കുറച്ച് മൂക്കുണ്ട്. കഴുത. കൊച്ചമ്മ വിളിക്കണോ? ആരെ? സാറിനെ വേഗം വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ചെല്ല്. വാ. ഞാനില്ല, ചെല്ല്. എന്നല്ലല്ലോ വിളിച്ചത്. അയ്യടാ മരക്കഴുത. ഹരി, ഇയാളുടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട് ബാംഗ്ലൂർ അടുത്ത ആഴ്ചയില്. അതിപ്പോ ക്യാൻസൽ ചെയ്യേണ്ടി വരുമെന്നാണ്. എന്താ ചെയ്യണ്ടേ? ക്യാൻസൽ ചെയ്യാം, അത് തന്നെയാ നല്ലത്. എന്താ കാര്യം? ഇവരുടെ ഓർക്കസ്ട്ര ഒരു 4-5 പേരുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവര് വരില്ലെന്ന്. എന്തുപറ്റി? വന്നാൽ തല്ലി കൈയും കാലും ഒടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുക. ആര്? സുധയുടെ അച്ഛനും സഹോദരന്മാരും. ആ ട്രൂപ്പിലെ ഒരാളാ, ചോദിച്ചു നോക്ക്. ഞങ്ങളൊക്കെ മദ്രാസിലുള്ളവരാ, അവിടെ ഞങ്ങളുടെ നിലനിൽപ്പ് നോക്കണ്ടേ സാർ? അവരൊക്കെ വിചാരിച്ച ഞങ്ങളെ പല വിധത്തിൽ ഉപദ്രവിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നതിനാ? ലോകത്ത് ഈ ഒരു ട്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ കൊണ്ടുതരാന്നല്ല 1-1 പ്ലേയേഴ്സിനെ. പാട്ട് ഞാൻ പാടാം. അത് നിന്നോടൊന്ന് ചോദിക്കാനാ വിളിച്ചത്. അത് ശരിയാവില്ല. ഇനി എത്ര റിഹേഴ്സൽ എടുക്കണം? പിന്നെ പാട്ട് ഹരി വിചാരിക്കുന്ന പോലല്ല. എന്താ, ഞാൻ അത്ര മോശമാണോ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കച്ചേരി നടത്തണ പോലെ അല്ല ഡാൻസ്. അതൊരു പ്രത്യേക പരിചയ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ വിരോധമുണ്ടോ? ഒന്നുമില്ല, ഓവർ സ്ട്രെയിൻ കൊണ്ടാ. കുറച്ച് റെസ്റ്റ് എടുത്താൽ ശരിയാവും. നമുക്ക് അങ്ങോട്ട് കിടത്താം.
ഹരി 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 പോയി കിടന്നോളൂ. ഞാനൊന്നും മയങ്ങി പോയി, സോറി. എന്തിനാ വെറുതെ ഉറക്കം കളിക്കണത്? എനിക്ക് ആശ്വാസമുണ്ട്. സാരമില്ല, സാറ് വരുന്നവരെ ഞാൻ ഇരിക്കാം. ഏയ്, ദാഹമുണ്ട്. കിടന്നോളൂ, ഞാൻ എടുത്തുതരാം. മതി. പനി ഒട്ടുമില്ല, പാദത്തിൽ ഇത്തിരി നീരുണ്ട്, കുറച്ചുള്ളൂ, നാളേക്ക് പറ്റും. ബാംഗ്ലൂരിലെ പത്രങ്ങളൊക്കെ വലിയ റൈറ്റപ്പുകൾ വന്നിട്ടുണ്ട്. സ്വപ്നസുന്ദരിയോടും പത്മാ സുബ്രഹ്മണ്യത്തോടും ഒപ്പമാണത്രേ തന്റെ സ്ഥാനം. അഭിനന്ദനങ്ങളുടെ അർഹത എനിക്കല്ല, ഹരിക്കാണ്. സംഗീതവും നൃത്തവും ആത്മാവും ശരീരവും പോലെയാണെന്ന് ഇന്നലെ എനിക്ക് ബോധ്യായി. ഇപ്പോഴെങ്കിലും അരിയെ സമ്മതിച്ചല്ലോ. തന്റെ ഈഗോ മഞ്ഞു പോലെ ഉരുകി പോയില്ലേ? ചെങ്കോലും കിരീടവും വെച്ച് ഞാൻ കീഴടങ്ങി. ഇപ്പൊ ഞാൻ ഹരിയുടെ ഒരു ആരാധിക, ദാസി, അത്രമാത്രം. ഓ, താനത്ര വിനീതൊന്നും ആകണ്ട അല്ലേ ഹരി? ഹരിക്ക് നല്ല ഉറക്കം വരണുണ്ട്. ഇനി നീ പോയി കിടന്നു, ഞാൻ ഉണ്ടല്ലോ. ഓ, എച്ചിൽ തൊട്ടിന്ന് കിട്ടിയത് വെറും മുത്തല്ല, പവിഴമുത്ത് തന്നെയാണ്. അമ്മോ, ദാ ഇത് വായിച്ചോ? ഞാൻ കണ്ടു. ഇതിൽ എഴുതിയിരിക്കുന്ന പോലൊന്നും ഞാൻ വിചാരിച്ചില്ല. ഹരിയുടെ പാട്ടിന്റെ ഭാവത്തിലും താളത്തിലും ഞാൻ അറിയാതെ ആടിപ്പോയതാണ്. ക്രെഡിറ്റ് ഹരിക്കാണ്. ഹരിക്ക് വലിയ ഭാവിയുണ്ട്. അമ്മുന്റെ ഭാഗ്യം നിർഭാഗ്യാണോന്ന് ആർക്കറിയാം. അതെന്താ അമ്മോ അങ്ങനെ? വലിയ വലിയ ആളുകളാവുമ്പോ പഴയതൊക്കെ വേഗം മറക്കും, മറക്കാൻ പാടില്ലാത്തത് മറക്കും.
ഹരി ഇങ്ങനെ ആരെയും മറക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. അത്രയും ഉറപ്പ് എനിക്കില്ല. എന്താ നിനക്കുന്നൊരു മൂഡൌട്ട്? നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? ഇല്ല. പിന്നെ എന്താ? അമ്മയോട് പറ. ഒന്നുമില്ല അമ്മായി. നമ്മളെ പോലെയല്ല ഇവിടെയുള്ള മറ്റാളുകള്. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തത് അവര് പറഞ്ഞുണ്ടാക്കും. അത് അമ്മായിയെ കുറിച്ചും ഹരിയേട്ടനെ കുറിച്ചും എന്നെ കുറിച്ചും ഒക്കെ പറയും. അതുകൊണ്ട് അമ്മായി ഒന്ന് സൂക്ഷിക്കണത് നല്ലതാ. നീ പറയണത് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ വിശ്വസിക്കില്ല. എന്നാലും അടുക്കളയിൽ ചില കഥകളൊക്കെ പറഞ്ഞു തുടങ്ങി, അമ്മായിയും ഹരിയേട്ടനെയും പറ്റി. ആര് ആര് പറഞ്ഞു? ചോദിക്കാനും പറയാനൊന്നും നിൽക്കണ്ട. കലയും സംഗീതമൊന്നും അവർക്ക് മനസ്സിലാവില്ലല്ലോ. നമ്മൾ ഇത്തിരി അടക്കം ഒതുക്കും പാലിച്ചാ മതി. ചേകി നിൽക്കണുണ്ടല്ലോ. മതി. ആരെ കാണിക്കാനാ? നിന്നെയല്ല. അതെനിക്കറിയാം. ആരാധകരുടെ എണ്ണം കൂടുന്നുണ്ടല്ലോ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കുട്ടി. ഇതേതാ ഈ ഷർട്ട്? ചിറ്റയുടെ പ്രസന്റാ. എങ്ങനെയുണ്ട്? ഒരു വൃത്തിയില്ല. നിനക്ക് വല്ല കലാബോധം ഉണ്ടോ? ഇത് ഇടണ്ട. സത്യമായിട്ട് ഒരു ഭംഗിയില്ല. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ സഹിച്ചു. ഇത് ഇടണ്ട. വേറെ ഷർട്ട് ഇട്ടാ മതി. ഇത്ര ദുശ്ശാഠ്യം പാടില്ല പെൺകുട്ടികൾക്ക്. പിന്നെ പനിച്ചില്ലല്ലോ അല്ലേ? ഇല്ല. നീര് പറ്റി. വേദന എങ്ങനെയുണ്ട്? കുറഞ്ഞു. പത്രങ്ങളൊക്കെ തകർത്തെഴുതിരിക്കാനുള്ള. അടുത്ത് നമുക്ക് ഇതിലും ഭംഗിയാക്കണം. ഇന്ത്യൻ നൃത്തരംഗത്തെ ആദ്യത്തെ പേര് സുധർമാന്നായിരിക്കണം. അതൊന്നും വേണ്ട. ചിലപ്പോ ഞാൻ ഇനി ചെലങ്ക കിട്ടിയില്ലെന്ന് വരും. അതെന്താ? ഞാനെല്ലാം അവസാനിപ്പിക്കുകയാണ്. എന്താ ഈ പറയുന്നത്? ഞാൻ സമ്മതിക്കില്ല. ഇന്ത്യയിലും വിദേശത്തൊക്കെ നമുക്ക് പ്രോഗ്രാം നടത്തണം. ഞാനുണ്ടാവും. ഹരി എന്റെ പ്രോഗ്രാമിന് പാടി നടന്നാ പോരാ. അത് ഹരിയുടെ ഭാവിയെ ബാധിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഗീതജ്ഞരുടെ പട്ടികയിൽ ഹരിയുടെ പേര് കേട്ടാ മതി എനിക്ക്. ചിറ്റയുടെ പ്രോഗ്രാമിന് ഞാൻ വന്ന് പാടുത്തുന്ന എന്റെ ഭാവി എങ്ങനെ ബാധിക്കുക? ഞാൻ വരും. എവിടെയായിരുന്നാലും, എത്ര പ്രശസ്തനായിരുന്നാലും വരും, പാടും. പക്ഷേ ഞാനിനി ഒതുങ്ങിക്കൂടുകയാണ് ഹരി. അതാണ് നല്ലത്. അല്ലെങ്കിൽ എനിക്കെല്ലാം നഷ്ടപ്പെടും. ചിറ്റ എന്തോ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്താ കാര്യം? സാറുമില്ല തൃപ്തി പറഞ്ഞു? ഇല്ല. അമ്മുവല്ല മണ്ടത്തരവും? ഇല്ല. പിന്നെന്താ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് മടുത്തു, അത്ര തന്നെ. ഞാനത് വിശ്വസിക്കില്ല. നോക്കൂ, ഇവിടെ എനിക്ക് സ്വർഗമാണ്. ഹരിയുടെ സാറ് എന്റെ ഈശ്വരനാണ്. ആ കാൽ കീഴിൽ ഞാൻ ഒതുങ്ങിക്കൂടിക്കൊള്ളാം. മറ്റൊന്നും എനിക്ക് വേണ്ട. ചിറ്റേ, എന്തിനാ കരയുന്നത്?
ഹരി പൊയ്ക്കോളൂ.